പൂർവകാലത്ത് വെങ്കടേശ്വര സ്വാമിയെ ദർശിക്കുവാൻ അലിപിരി സ്റ്റെപ്പ് കയറി മാത്രമേ പറ്റുമായിരുന്നുള്ളൂ. ഈ വഴി വെങ്കടേശ്വര സ്വാമിയെ ദർശിക്കുവാൻ മനുഷ്യരെ പോലെ വൈഷ്ണവ ദൂതരും വരുമായിരുന്നു. എന്നാൽ ഇവരെ കടന്ന് വെങ്കടേശ്വര സ്വാമിയെ ദർശിക്കുവാൻ മനുഷ്യർക്ക് പറ്റുമായിരുന്നില്ല. മനുഷ്യരുടെ സങ്കടം കണ്ട് വെങ്കടേശ്വര സ്വാമി വൈഷ്ണവ ദൂതർക്ക് ഒരു നിബന്ധന വെച്ചു. അത് നിഷ്കളങ്കമായ മനസ്സോടെ എന്നെ ഗോവിന്ദ എന്ന് ഭക്തർ വിളിക്കുന്നത് ഏത് വൈഷ്ണവ ദൂതനാണോ കേൾക്കുന്നത് ആ ദൂതന് എന്നെ ദർശിക്കാമെന്ന്. അന്നു മുതൽ നിഷ്കളങ്കമായ മനസ്സോടെ ഗോവിന്ദ എന്ന നാമം ഏത് ഭക്തനാണോ വിളിക്കുന്നത് എന്ന് നോക്കി വൈഷ്ണവ ദൂതർ അലിപിരി സ്റ്റെപ്പിൻ്റെ രണ്ടു ഭാഗത്തും നിൽക്കുന്നുണ്ടാവും. നിഷ്കളങ്കമായ മനസ്സോടെ സ്വാമിയെ വിളിച്ച ഭക്തരുടെ കൂടെ ആയിരക്കണക്കിന് വൈഷ്ണവ ദൂതർ അവരെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിച്ച് വീണ്ടും സ്വാമി ദർശനത്തിന് വരുവാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ച് അവർ മലയിറങ്ങി താഴെ വരുന്നതുവരെ അവരുടെ കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് എല്ലാ ദിവസവും രാത്രി എത്ര നിഷ്കളങ്കരായ ഭക്തർ സ്വാമിയെ ദർശിച്ചു എന്ന് വെങ്കടേശ്വര സ്വാമിക്ക് കണക്ക് പറയും.